BJPയുടെ കേന്ദ്രത്തിന്റെ അധികാര ദുർവിനിയോഗം കൃത്യമായി കണ്ടു എന്നും ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്നുള്ള ഒത്തുകളിയാണ് സംഭവിച്ചത് എന്നും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നൽകിയ നിരവധിയായ ഹർജികൾ ഉണ്ട്. ഇതിനിടയിലാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമഗ്രമായ പൊളിച്ചെഴുത്തുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാർ നിർദ്ദേശം നൽകിയത് പ്രകാരം ബീഹാറിൽ ഓരോ മണ്ഡലത്തിലെ ഓരോ പോളിംഗ് ബൂത്തുകളിലും കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുകയും അവർ ചെയ്യേണ്ട ജോലികൾ അതിപ്പോഴേ തന്നെ ഫീൽഡ് വർക്കായി നടത്തിയെടുക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യതയാണ്. അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അവ്യക്തത, അവിടെ വോട്ടിരട്ടിപ്പ് ഉൾപ്പെടെ വലിയ തോതിൽ കള്ള വോട്ടുകൾ ആഡപ്പ് ചെയ്തിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം വന്നിരുന്നത്. അത് മാത്രമല്ല, രാജ്യത്ത് നിന്നും പലായനം ചെയ്തവർ, അതുപോലെ തന്നെ വലിയ തോതിൽ നിയമപരമല്ലാതെ നുഴഞ്ഞു കയറി അവിടെ പൗരത്വം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ, ഇത്തരത്തിൽ ഒക്കെ ഉള്ള അന്വേഷണം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല, മരിച്ചവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തുടങ്ങി നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങൾ അടിവരയിടുന്ന തരത്തിലേക്കാണ് പുതിയ വോട്ടർ പട്ടിക പരിഷ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫൈനൽ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നവംബർ മാസത്തിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരേണ്ടത്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉൾപ്പെടെ വരേണ്ടത്. കാലാവധി അവസാനിക്കാൻ പോകുന്ന ബീഹാർ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. നിതീഷ് കുമാറിനായിരുന്നാലും BJPക്കായിരുന്നാലും. RJDയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തവണയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് പോലും അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇക്കുറി രണ്ടും കൽപ്പിച്ച് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് തേജസ്വിയും ടീമും. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി അവർക്ക് വേണം. മഹാരാഷ്ട്ര മോഡലിൽ ഒരു മുഖ്യമന്ത്രി ബീഹാറിലും വേണം, അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ വേണം എന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ നിതീഷ് കുമാർ പിടിച്ച പിടിയാലെ നിൽക്കുകയാണ്. നിതീഷ് കുമാറിനെ അനുനയിപ്പിച്ച് കേന്ദ്ര ക്യാബിനറ്റിലേക്ക് ആക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി നോക്കിയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള തിരിമറിയും ക്രമക്കേടുമുണ്ട്. EVM-ൽ ക്രമക്കേടുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന പെട്ടികൾ EVM-വുമായി ബന്ധപ്പെട്ടതെല്ലാം കാര്യക്ഷമമില്ലാത്തതാണ്, അത് കാലാകരണപ്പെട്ടതാണ്. അതെല്ലാം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ മെക്കാനിസം ഉൾപ്പെടെ അത് പരിശോധിക്കാൻ ഒരു ടീമിനെ സുസജ്ജമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, 243 സീറ്റുകളാണ്. വിവിധ ഘട്ടങ്ങളിലായി മാത്രമേ പോളിംഗ് നടക്കുകയുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് നമുക്കറിയാം. അവിടെ ഒറ്റ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സാധാരണഗതിയിൽ കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനത്ത് ഒറ്റ ഘട്ടത്തിൽ നടത്തുക എന്നത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. 288 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ 5ഓ 6ഓ ഘട്ടത്തിൽ നടത്തേണ്ടിയിരുന്ന വോട്ടിംഗ് പാറ്റേൺ ആണ് ഒറ്റ ഘട്ടം കൊണ്ട് അട്ടിമറിച്ചതെന്നാണ് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നത്. ബീഹാറിലും വിവിധ ഘട്ടങ്ങളിലായി നടത്തിയില്ലെങ്കിൽ അവിടെ വലിയ തോതിലുള്ള ടാമ്പറിംഗ് നടത്തും എന്ന ആരോപണം ഇപ്പോഴും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്.